പാവറട്ടിയിലെ കോൺഗ്രസിനുള്ളിൽ പോരുമുറുകുന്നു. പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് വെച്ച ഫ്ലക്സ് ബോർഡിൽ നിന്ന് സ്വന്തം ചിത്രങ്ങൾ കീറിമാറ്റി സ്ഥാനാർത്ഥികൾ. മണ്ഡലം പ്രസിഡന്റിന്റെ മാതാവിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നും പരാതി. തങ്ങളുടെ പാനലിലെ ചിലരെ മാത്രം ഉൾപ്പെടുത്തുകയും ചിലരെ ഒഴിവാക്കുകയും ചെയ്തതിനെതിരെയുള്ള ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഫ്ലക്സ് ബോർഡ് കീറിയത്. DCC അംഗീകരിച്ച സ്ഥാനാർത്ഥികളായ AT ആന്റോ, മീര ജോസ്, ജനീഷ് വയനാടൻ, അഖീന മേരി എന്നിവരാണ് കോൺഗ്രസ് ഔദ്യോഗികമായി വെച്ച ഫ്ലക്സ് ബോർഡിൽ നിന്ന് സ്വന്തം ചിത്രങ്ങൾ കീറി മാറ്റിയത്. ഈ ഫ്ലക്സിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സലാം വെമ്മേനാടിനെ ഉൾപ്പെടുത്താത്തതിലും തങ്ങളുടെ അനുമതിയില്ലാതെ പടം ഉൾപ്പെടുത്തിയതിലും പ്രതിഷേധിച്ചാണ് ഇവർ സ്വന്തം പടങ്ങൾ കീറി മാറ്റിയത്. പാർട്ടി വിരുദ്ധ നിലപാടെടുത്തതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം സലാം വെമ്മേനാടിനെ DCC സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതുമൂലമാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഫ്ലക്സ് ബോർഡിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് പറയുന്നു. ഫ്ലക്സ് കീറിയതിനെ തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോയുടെ വീട്ടിൽ കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത്. ഐക്യജനാധിപത്യ സഹകരണ മുന്നണി എന്ന പേരിൽ മത്സരിക്കുന്ന വിഭാഗത്തിലെ അംഗങ്ങളും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് വീട്ടിൽ കയറി അക്രമം നടത്തിയതെന്നാണ് പരാതി. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ, ഫറൂഖ് കൈതക്കാട്ട് എന്നിവരോടും ഇവർ അപമര്യാദയായി പെരുമാറിയതായി ആന്റോ ലിജോ നൽകിയ പരാതിയിൽ പറയുന്നു. ഈ സംഭവത്തിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും പാവറട്ടി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്.